ചെന്നൈയിൽ വെച്ച് നടന്ന രണ്ടാം ക്വാളിഫയറിൽ സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് നിര ചീട്ടുകൊട്ടാരം പോലെ തകരുന്ന കാഴ്ചയാണ് കണ്ടത്. ടൂർണമെന്റിന്റെ ആദ്യ പാദത്തിൽ ടീമുകൾക്കെതിരെ സമ്പൂർണ്ണ ആധിപത്യം ഉറപ്പിച്ച രാജസ്ഥാൻ റോയൽസ് പിന്നീട് മത്സരങ്ങൾ ഓരോന്നോരോന്നായി കൈവിടുകയായിരുന്നു. ആദ്യ 4 മത്സരങ്ങളും വിജയിച്ച രാജസ്ഥാന് ഗുജറാത്തുമായുള്ള തോൽവി അപ്രതീക്ഷിതമായിരുന്നു. എന്നാൽ പിന്നീടുള്ള 4 മത്സരങ്ങളും വിജയിക്കാൻ അവർക്ക് സാധിച്ചു. എന്നാൽ സൺറൈസേഴ്സ് ഹൈദരാബാദുമായി മെയ് 2-നാണ് അവർ മത്സരം തോക്കുന്നത്. പിന്നീടുള്ള 4 മത്സരങ്ങളിൽ രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെട്ടു. ഒരു മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. പിന്നീട് എലിമിനേറ്റർ കളിക്കേണ്ട ഗതിയും വന്നു. എലിമിനേറ്ററിൽ അതിഗംഭീരമായി വിജയിച്ച ശേഷം 4 വിക്കറ്റിന്റെ വിജയം RCBക്കെതിരെ സ്വന്തമാക്കി. പിന്നീട് രണ്ടാം ക്വാളിഫയർ മറക്കാൻ ആഗ്രഹിക്കുന്ന അധ്യായമായി രാജസ്ഥാന് തന്നെ മാറുകയായിരുന്നു. ടൂർണമെന്റിലുടനീളം ഗംഭീര പ്രകടനം കാഴ്ചവെച്ച ജോസ് ബട്ട്ലറിന്റെ മടക്കമാണ് ആദ്യം രാജസ്ഥാൻ റോയൽസിന് ഏറ്റവും വലിയ പ്രകടനശേഷി. അത് മറികടക്കാൻ പറ്റുന്ന താരങ്ങൾ രാജസ്ഥാൻ സ്ക്വാഡിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. കോഹ്ലി കാഡ്മോർ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ കൊടുത്ത അവസരങ്ങളെല്ലാം കാഡ്മോർ പാഴാക്കിയെന്ന് മാത്രമല്ല ടീമിന് വലിയ ബാധ്യതയുമാവുകയും ചെയ്തു. അതുകൊണ്ട് ജയ്സ്വാളിന് സ്വതന്ത്രമായി കളിക്കാൻ പോലും സാധിച്ചില്ല. എന്നാൽ മധ്യനിരയിൽ ഒരു മികച്ച സോളിഡ് ബാറ്ററിന്റെ അഭാവം രാജസ്ഥാനെ ഇടയ്ക്കിടെ അലട്ടുന്നുണ്ടായിരുന്നു. റൊമാൻ പോലും ഹെഡ്മയറും ഒരേ രീതിയിലുള്ള താരമാണ്. അതുകൊണ്ട് ഇവർ രണ്ടുപേരിൽ ഒരാളെ കളിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമെന്ന് ആദ്യം മുതലേ രാജസ്ഥാൻ നേരിടുന്ന ശുപാർശകളിൽ ഒന്നായിരുന്നു. എന്നാൽ പിന്നീട് ബട്ട്ലർ പോയ സാഹചര്യത്തിൽ രണ്ടുപേരെ ഒരുമിച്ച് കളിപ്പിക്കുകയായിരുന്നു. എന്നാൽ അത് പല മത്സരങ്ങളും വിജയം കാണില്ലെന്ന് മാത്രമല്ല ഇന്ത്യൻ താരങ്ങളെ പരീക്ഷിക്കാൻ തക്ക ആരും തന്നെ സ്ക്വാഡിൽ ഇല്ലായിരുന്നു എന്നുള്ളതും വാസ്തവമാണ്. എന്നാൽ രണ്ടാം ക്വാളിഫയറിലേക്ക് വന്നാൽ സഞ്ജുവിന്റെ രാജസ്ഥാന് ഏറ്റവും നിർണായകമായത് ചഹലിന്റെയും അശ്വിന്റെയും സ്പെല്ലുകളായിരുന്നു. ഈ 2 പേർക്കും വിക്കറ്റ് കിട്ടാതിരുന്നത് സഞ്ജുവിനെ വലിയ രീതിയിൽ ആശയക്കുഴപ്പത്തിലാക്കി. എന്നാൽ രണ്ടാം ബാറ്റിങ്ങിലാണ് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രശ്നം പറ്റിയത്. അപ്രതീക്ഷിതമായി ഷഹബാസ് അഹമ്മദിന്റെയും അഭിഷേക് ശർമ്മയുടെയും സ്പെല്ലുകൾ നേരിടുന്നതിൽ രാജസ്ഥാൻ ബാറ്റർമാർ പരാജയപ്പെട്ടു. 2 പേരും ചേർന്ന് 5 വിക്കറ്റാണ് രാജസ്ഥാനെ പിടിച്ചത്. മത്സരം രാജസ്ഥാൻ കൈവിടുന്നതും അവിടെ നിന്നാണ്. ഒരുപക്ഷെ ടൂർണമെന്റിൽ ആദ്യമേ സമ്പൂർണ്ണ ആധിപത്യം ഉറപ്പിച്ച് ഇടയ്ക്കൊന്ന് കൈവിട്ടില്ലായിരുന്നെങ്കിൽ ഒരു ചാൻസ് കൂടി സഞ്ജുവിനും സംഘത്തിന് ലഭിക്കുമായിരുന്നു. എന്നാൽ അതുണ്ടാവാത്ത സാഹചര്യമാണുള്ളത്. സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പാഠമാണ് ഇതിലൂടെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. രാജസ്ഥാന്റെ പോരായ്മകളെല്ലാം വലിയ വിജയങ്ങളും കൊണ്ട് മറികടക്കാൻ അവർക്ക് സാധിച്ചു. എന്നാൽ ഉണ്ടായിരുന്ന പോരായ്മകളെ എടുത്തു കാട്ടുന്ന മത്സരമാണ് ഈ കഴിഞ്ഞു പോയതൊക്കെ. വലിയൊരു പാഠം ഉൾക്കൊണ്ട് സഞ്ജുവും സംഘവും മടങ്ങി വരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ.